നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രെഡിക്റ്റിംഗ് മെഷീനാണ്. ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രഡിക്ഷൻസാണ് നമ്മുടെ ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ ബ്രെയിനോട് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു പ്രഡിക്ഷൻ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ പറയും ഇനി ഇത് ഓഫ് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാനായിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഒരു പ്രഡിക്ഷൻ സിസ്റ്റമാണ്. രാവിലെ ഉണരുമ്പോൾ മുതൽ നമ്മൾ ഉറങ്ങുന്നത് വരെ ഓരോ പ്രവൃത്തിയും ഒരു സീക്വൻഷ്യലായിട്ട് നമ്മുടെ ബ്രെയിൻ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അറിയാതെ നടക്കുന്നതാണ്. നമ്മളുടെ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ പാറ്റേണിൽ നിന്നുണ്ടായിട്ടുള്ള പ്രഡിക്ഷൻസാണ് ഇത്. നമ്മളൊരു വ്യക്തിയെ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സംസാരത്തിന് ശേഷം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നറിയാം. ചില വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്നത്തെ ദിവസം പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ചില ഫോൺ കോൾ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ പ്രഡിക്ഷൻ വരും. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഒന്ന് റിലാക്സ് ചെയ്യാം, ഒരു ചായ കുടിക്കാം. അല്ലെങ്കിൽ ചിലർക്ക് പുക വലിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ചില ആൾക്കാർ വിചാരിക്കും ഓക്കെ ഇനി പുക വലിക്കാം. അപ്പോൾ ഈ പുകവലി എന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്നത് ബ്രെയിൻ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന് ശേഷം നിങ്ങൾ പുക വലിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ഈ പ്രഡിക്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ഓരോ കാര്യവും പ്രഡിക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ നമ്മുടെ ബ്രെയിൻ ഓരോ മൊമെൻറ്റ്സും ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യവുമായിട്ട് അലൈൻ ചെയ്താണ് ഇരിക്കുന്നതെങ്കിൽ ഈ പ്രഡിക്ഷൻ വളരെ സക്സസ്ഫുൾ ആവും. എന്നാൽ ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സബോട്ടാഷ് ചെയ്യുന്ന പ്രഡിക്ഷൻ ആണെങ്കിലാണ് നമ്മൾ അപകടത്തിലേക്ക് പോകുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ബ്രെയിൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിന് ശേഷം കുറച്ച് ജങ്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാം എന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു റിലാക്സേഷൻ കിട്ടും എന്നാണ് നമ്മുടെ ബ്രെയിൻ പ്രഡിക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വർഷങ്ങളായിട്ട് തുടരുമ്പോഴത്തേക്കും നിങ്ങളൊരു അൺഹെൽത്തി പാറ്റേണിലേക്ക് പോകും. അപ്പോൾ ഇത് ശരിക്കും ഈ പ്രഡിക്ഷൻ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പാറ്റേണിൽ നിന്നാണ്. ഈ പാറ്റേണെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളത് 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ നമ്മൾ പരിശീലിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാം ലൈഫ് റൺ ചെയ്യുന്നത് ഒരു പാറ്റേണിലാണ്. അൺപ്രൊഡക്റ്റീവായിട്ടുള്ള പാറ്റേണിൽ നിന്ന് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. കോൺഷ്യസ്ലി നമ്മൾ പല കാര്യങ്ങളും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് പല ഹാബിറ്റുകളും സക്സസ്ഫുൾ ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത്. പഴയ പാറ്റേണിനെ മാറ്റി പുതിയൊരു പാറ്റേൺ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് കൺസിസ്റ്റൻസി വേണം, റിപ്പിറ്റേഷൻ വേണം, അതിനൊരു സിസ്റ്റവും വേണം. സിസ്റ്റം അല്ലെങ്കിൽ ഈ കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നതാണ് ഈ 21 ഡേയ്സ് മാനിഫെസ്റ്റേഷൻ ക്ലബ്ബിൽ ഞാൻ പരിശീലിപ്പിക്കുന്നത്.